ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നാണ് നമ്മുടെ 2025 ലാസ്റ്റ് ഡേ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എന്തൊക്കെ 2025 ചെയ്തു എന്നുള്ളതൊക്കെ നോക്കിയാലോ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റഡി ടേബിൾ ജസ്റ്റ് ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ചെറിയൊരു പേപ്പറിൽ എഴുതിയത് ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ട്, അപ്പോൾ അതിൻ്റെതാണ്. ഇങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ ടേബിൾ ഉള്ളത്. കലണ്ടറും അങ്ങനത്തെ അല്ലാതെ ഒട്ടിച്ചിട്ട് ഉള്ളതാണ്. പക്ഷേ ഒന്ന് താഴോട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എത്രങ്ങാനും വേസ്റ്റ് ഉണ്ടെന്ന്. ഇതല്ലാതെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ എൻ്റെ പ്ലാൻസും, അതായത് വിഷ് ലിസ്റ്റ് ഉണ്ടാവുമല്ലോ, അതൊക്കെ ഏതെല്ലാം ചെയ്തു, എന്തൊക്കെ ചെയ്തു നമുക്ക് നോക്കിയാലോ. നിങ്ങളും നിങ്ങളുടെ വിഷ് ലിസ്റ്റുള്ളതൊക്കെ അച്ചീവ് ചെയ്തോ? അച്ചീവ് ചെയ്യാത്തത് നമുക്ക് നെക്സ്റ്റ് ഇയറിലോട്ട് ഇടാട്ടോ. അതല്ലേ ചാൻ സങ്കടം വേണ്ട. അപ്പം എന്തായാലും ഈ ബുക്കിലായിരുന്നു ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇവിടെയാണ് എല്ലാവരും എഴുതിയിട്ടുള്ളത്. ന്യൂ ഇയർ 2025 എന്ന് പറഞ്ഞിട്ട് എങ്ങനെ എല്ലാവരും എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്തു എന്നുള്ളത് നോക്കാം. ഈ ബുക്കിന് കുറേ സ്റ്റോറീസ് ഉണ്ട്, കുറേ കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് അപ്പോൾ ഞാൻ നമുക്ക് നോക്കാം. ഇതിലുള്ളത് മൊത്തം ഞാൻ ചെയ്തു, കുറച്ചാണ് ചെയ്തത്, ഏതൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്നതൊക്കെ നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത്. ഇതിൽ ഞാൻ ഫസ്റ്റ് ഇങ്ങനെയൊക്കെയാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഡയറി എഴുതാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഈ പേജ് ഫുള്ള് ഡയറി ആണ് കേട്ടോ. പിന്നെ ഞാൻ ജാനുവരി പ്ലാൻ എഴുതി കൊണ്ടുപോകാൻ തുടങ്ങി, ബുള്ളറ്റ് ജേണലൊക്കെ പറയും. അങ്ങനെ ഞാൻ അത്യാവശ്യം കുറേ കൊണ്ടുപോയി. ഞാൻ ടൈം ടേബിളൊക്കെ ഇതിൽ എഴുതി വെച്ച് പിന്നെ പഠിക്കാനുള്ളൊരു ബുക്കാക്കി. അങ്ങനെ എല്ലാവരും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴാണ് ഞാൻ ന്യൂ ഇയറിൻ്റെ വ്ലോഗ് ഇട്ടപ്പോൾ അതിൽ വിഷ് ലിസ്റ്റ് അതൊക്കെ എഴുതിയിട്ടില്ല പറഞ്ഞില്ലേ, അതെല്ലാവരും ഇതിൽ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ ബുക്ക് അത്യാവശ്യം കുറേ നീണ്ടു നിൽക്കും. എന്തായാലും നമുക്ക് നമ്മുടെ പ്ലാനിലോട്ട് കിടക്കാം. ഫസ്റ്റ് ഉള്ളത് എനിക്കിത് മേടിക്കണം, അത് മേടിക്കണം, അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല. വലിയ സംഭവങ്ങളൊക്കെ മേടിക്കണം അങ്ങനത്തെ ഒന്നും എഴുതിയിട്ടില്ല, കുറച്ച് എഴുതിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. വേക്കപ്പ് ഏർലി, അത് ഞാൻ എപ്പോഴും ചെയ്യുന്നതാണ്. ഞാൻ എപ്പോഴും നേരത്തെ നിൽക്കാറുണ്ട്. നമ്മൾ എന്ത് പരിപാടിയൊക്കെ കഴിഞ്ഞ് ടയേർഡായി വന്നിട്ട് അപ്പോഴേ കാര്യം നേരെ വൈകിയായിരിക്കും. നമ്മൾ ഫുള്ളി ടയേർഡായിട്ട് നേരെ വൈകുക മീൻസ് ഒരു 10 മണി അങ്ങനെയൊക്കെ ആവും. അതന്നെ. അപ്പോൾ അതെന്തായാലും ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്തതൊക്കെ നമുക്ക് ഇനി ടിക്ക് ചെയ്ത് വെക്കാം. ഇത് ഞാൻ ചെയ്തിട്ടുണ്ട്. ലേൺ കരാട്ട ഞാൻ പഠിച്ചു. എനിക്ക് യെല്ലോ ബെൽറ്റ്, പിന്നെ അത് ഞാൻ ചെയ്തു. പിന്നെ ഐലൈനർ മേടിക്കാം, അങ്ങനെ ചെറിയത് ഞാൻ എഴുതിയിട്ടുള്ളൂ. എൻ്റെ ഐലൈനർ മേടിച്ചിട്ടുണ്ട്. പ്രാവശ്യം 3 ഐലൈനർ എന്തോ മേടിച്ചു. പിന്നെ ബൈ സ്കിൻ കെയർ തിങ്സ് ഞാൻ ചെയ്തു. ഞാൻ സബാമഡിൻ്റെ ലിബാം, എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ സബാമഡിൻ്റെ ലിബാം വാങ്ങാൻ. അത് മേടിച്ചു, മോയ്സ്ചറൈസർ മേടിച്ചു, സൺസ്ക്രീൻ മേടിച്ചു, ടോണറാക്കി, എല്ലാം ഞാൻ ചെയ്തു. പിന്നെ സേവ് മോർ മണി, അത് ഞാൻ കുറച്ചൊക്കെ സേവ് ചെയ്തിട്ടുണ്ട്. ഏകദേശം അത്രയൊന്നും സേവ് ചെയ്തിട്ടില്ല. പിന്നെ ചില്ലറകളൊക്കെ കുറേ സേവ് ചെയ്തു. അപ്പോൾ ഞാൻ അത് ടിക്ക് ചെയ്തു. ഗുഡ് മാർക്സ് ഇൻ എക്സാം, എല്ലാം മാത്സിലൊന്നും തീരെ മാർക്കില്ലായിരുന്നു. അതെന്താ ചെയ്യുന്നത്, ചില വിഷയത്തിലൊക്കെ എനിക്ക് മാർക്കുണ്ട്. അതെന്താ കളിക്കട്ടെ. പിന്നെ ഹാൻഡ് ബോൾ പഠിച്ചു, അതെന്താ ഞാൻ ചെയ്തു. ഹാൻഡ് ബോൾ പഠിച്ചു, ഒരു കളി കളിച്ചു. പിന്നെ ഇവിടെ പോയി യൂണിവേഴ്സിറ്റി പോയി, കോഴിക്കോട് യൂണിവേഴ്സിറ്റി പോയി, അവിടെ നമ്മൾ കളിച്ചു. പിന്നെ അത് ഞാൻ ചെയ്തു. ഡു സ്കിൻ കെയർ ഞാൻ ചെയ്യാറുണ്ട്. വർക്കൗട്ട് അത് ഇടയ്ക്കൊക്കെ ചെയ്യാറാണ്. പ്ലാനഡ് ആയിട്ടുള്ള ഡേയ്സ്, യെസ് ഏകദേശം അതും പ്ലാനഡ് ആയിരുന്നു. ഓർഗനൈസ്ഡ് റൂം, അത് വെച്ചാൽ നമ്മൾ ഈ ക്രാഫ്റ്റിൻ്റെ ആൾക്കാരൊക്കെ അല്ലേ, അപ്പം എപ്പോഴും റൂം മിസ് ആയിരിക്കും. പക്ഷെ ഇപ്പോൾ ഓർഗനൈസ് ആണ് കേട്ടോ. പ്ലാനിലാണ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രയർ ചെയ്യാറുണ്ട്. പിന്നെ മേക്ക് ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കി നോട്ട്, അതൊക്കെ എന്തെങ്കിലും എനിക്ക് ചെറിയ ഐറ്റംസ് ആക്കിയിട്ടുണ്ട്. അതെനിക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട്. മേക്ക് യുവർ ടൈം വിത്ത് ഹാപ്പിനെസ് ആക്കിയിട്ടുണ്ട്. ഓർഗനൈസർ പഠിച്ചിട്ടുണ്ട്. സക്സസ് യൂട്യൂബ് ചാനൽ, അത് 1K ആണ്. പക്ഷെ നമ്മൾ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ആയിട്ടില്ല. ആയിക്കട്ടെ, ഞാൻ 1K ആയോ. ഇപ്പോൾ ഈ ചാനലിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളെ ഈ ചാനൽ 2020 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഇക്കാക്കി എന്നും നടത്തിയിട്ടുണ്ടായിരുന്നത് 2020. പിന്നെ അത് എടുത്ത് വെച്ചൊന്ന് സ്റ്റക്കായി. അത് പിന്നെ ഞാനാണ് പിന്നെയും തുടങ്ങിയത്. എന്നിട്ട് അപ്പോഴാണ് നമുക്ക് 1K ആയത്. 600 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഇക്കാക്കി ആക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മളെ പണ്ടത്തെ വീഡിയോസ്, ലോങ് വീഡിയോസ് നോക്കിയാൽ മതി, നമുക്ക് മനസ്സിലാവും. ബൈ സബാമഡ് ലിബാം അത് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഐ ആം സോ ഹാപ്പി. അപ്പോൾ നിങ്ങളുടെ ഇത് നിങ്ങൾ നോക്കൂ, നിങ്ങൾ ചെയ്തിട്ടുള്ളതൊക്കെ നോക്കി നോക്കൂ. പിന്നെ ബാക്കിയുള്ള എല്ലാതും ഡയറിയാണ്. പിന്നെ ബുള്ളറ്റ് ജേണൽ അങ്ങനത്തെ ഒക്കെയാണ് ബാക്കിയുള്ളത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ്.